ലീലാമാധവം. മക്കളെ നിങ്ങൾക്കൊക്കെ സുഖാണോ? ഒരു പാട്ട് പാടിത്തരൂ. അയ്യോ ഡാഡി മമ്മി വീട്ടിലെ ട്രാക്ക് മാറ്റി. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ ആ ഈ പാട്ട് പാടുമ്പോ അറിയാറുണ്ടോ? അത് വേറെ കാര്യം. അതെന്താ? സിന്ധു ചേച്ചി തുറന്നോളൂ, വിരുന്നേരിയുണ്ട്. ഹായ് ഹലോ, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് ഹേ വിശേഷം? അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു എന്താ പറയാ ഒരു യാത്രയുണ്ട് കേട്ടോ. നാളെ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ട്രാവലാണ്. അപ്പൊ ഐ തോട്ട് നല്ല കുട്ടിയായിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ സാരിയൊക്കെ കൊടുക്കുന്നത് ഇഷ്ടം. സോ സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ലൈക്ക് പ്രസന്റബിൾ ആവാന്ന് വിചാരിച്ചു. അപ്പം പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാരി കൊടുക്കാൻ അറിയില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ടൊക്കെ വരണം. അപ്പൊ എന്തിനാ നമ്മളെ ബുദ്ധിമുട്ടിക്കണേ? സോ ഐ തോട്ട് നമ്മളത് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്നവർക്കൊക്കെ സിന്ധു ചേച്ചി അറിയണ്ടായിരിക്കും. സിന്ധു ചേച്ചി നമ്മുടെ ഓൾ ഇൻ ഓളാ. അപ്പൊ സിന്ധു ചേച്ചിയുടെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് ഒറ്റയ്ക്ക് ഇന്ന് സാരി ഉടുക്കാൻ പഠിക്കാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പൊ നിങ്ങൾ പോരും എന്റെ കൂടെ കേട്ടോ. അപ്പൊ സാരി ഉടുക്കാൻ പഠിക്കേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ട്യൂട്ടോറിയലും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നേരെ നമ്മൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സിന്ധു ചേച്ചി. അപ്പൊ സിന്ധു ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. നമ്മൾ ഏകദേശം എത്താറായി. മഴയും ഏകദേശം തോർന്നു. ഫൈനലി നമ്മൾ സിന്ധു ചേച്ചിയുടെ വീട്ടിലെത്തി ഗൈസ്. അപ്പൊ എന്തായാലും വരും. അപ്പൊ ഇതാണ് സിന്ധു മാഡത്തിന്റെ വീട് കേട്ടോ. എന്തൊക്കെയോ പണി നടക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. ആരോ ഒരാൾ അവിടെ സാധകം ചെയ്തുകൊണ്ടിരിക്കുന്നു. സിന്ധു ചേച്ചി അതാണോ സിന്ധു ചേച്ചി എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതല്ല സിന്ധു ചേച്ചി. കോളിംഗ് ബെൽ അടിക്കാം, പക്ഷെ അവിടം വരെ പോകാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാ. മഴ ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ. സിന്ധു ചേച്ചി തുറന്നോളൂ, വിരുന്നേരിയുണ്ട്. പാപ്പു പൂപ്പി പഞ്ചു കുഞ്ചു ഒക്കെ ഉണ്ടെങ്കിൽ പോലും പേടിക്കണ്ട അല്ലേ? മോഗ്ലി വളരെ സിമ്പിൾ പേരാണ്. ഞാൻ പിടിക്കാം, ഞാൻ തൊടാം. മോഗ്ലി, നിങ്ങൾ വിചാരിക്കരുത് എന്റെ വീട്ടിൽ കുറെ പെറ്റുണ്ടല്ലോ എന്ന്. രണ്ടും ബ്രീഡ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാ. മോഗ്ലി കുട്ടി കുട്ട അവനെ പിടിക്കുമ്പോഴാണോ പ്രശ്നം? ആ ഓക്കെ. മോഗ്ലി മൂത്രം പുണ്യാവുന്ന. അപ്പൊ മോഗ്ലി ഈസ് എ ഗുഡ് ബോയ്. ആ ഫ്രണ്ട്സ് ആയി. പിന്നെ എന്റെ മേല് പാപ്പുന്റെയും പുപ്പിയുടെയും ഒക്കെ സ്മെല്ല് ഉണ്ടാവും. മനസ്സിലായി. ഇഷ്ടായി തോന്നുന്നു. എന്നാ ഓക്കെ, പെണ്ണാണല്ലോ കഴിഞ്ഞു കേറുക. അപ്പൊ സിന്ധു ചേച്ചി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇതാണ് സിന്ധു ചേച്ചി. ഇതാണ് സിന്ധു ചേച്ചിയുടെ പുതിയ മോളാ. ഈ വയസ്സാം കാലത്ത് നിങ്ങൾ വിചാരിക്കരുത്. സിന്ധു ചേച്ചിയുടെ മോന്റെ വൈഫാണ്. അപ്പൊ എന്താ കേറട്ടെ കേട്ടോ. അപ്പൊ ഇനി സാരി ഉടുക്കൽ സീൻസ് നിങ്ങൾക്കായിട്ട് ഞാൻ വിത്ത് ക്യാമറ കാണിച്ചു തരാം. വലത് കാലം വെച്ച് കയറാമ്പാ. ഇതെന്താ ശബ്ദം മാറ്റിയ? ഓക്കെ ഇതാണല്ലേ നിന്റെ വീട്. ഓക്കെ ബൈ. ഗുഡ് ബോയ് ആയിട്ട് ഇരിച്ചോട്ടാ. ഓക്കെ അങ്ങനെ പറഞ്ഞ് സോപ്പിട്ട് നമ്മുടെ മോഗ്ലിയെ നമ്മൾ ടാറ്റ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്നാ തുടങ്ങിയാലോ നമ്മൾ തമ്മിലുള്ള അംഗം? ഞാൻ സാരി ഒന്നും എടുത്തിട്ടില്ല. ഒക്കെ ഇവിടെ തരാതെ എടുത്തിട്ടുണ്ട്. പട്ടുസാരി മതി. ഞാൻ ഭയങ്കര ഫ്ലോയി ടൈപ്പിലാണ് ഞാൻ അവിടെ കൊടുക്കണേ. പക്ഷെ ടഫ് ആയിട്ടുള്ള പഠിച്ചാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അവിടെ പോകുമ്പോ. ഓക്കെ ഐ സീ. അല്ല ഇവിടത്തെ താരം എവിടെ പോയി? അടുക്കളയിൽ ഒരു ഇഞ്ചമ്പുളി ഉണ്ടാക്കണ പണിയില്ല. എന്താന്നറിയോ, ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടം ഇഞ്ചമ്പുളി. സിന്ധു ചേച്ചിയുടെ മോന്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഫ്രഷ് ആയിട്ട് ഇഞ്ചമ്പുളി ഉണ്ടാക്കും. അടിപൊളി. ഈ ഇഞ്ചമ്പുളി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് പുളിയിഞ്ചി എന്നാ പറയാ. തൃശ്ശൂർക്കാരുടെ ഹൈലൈറ്റ് ആണ് ഈ പുളിയിഞ്ചി. അല്ലെങ്കിൽ സദ്യയിൽ ഇങ്ങനെ തൊട്ട് നിൽക്കാൻ വേണ്ടിട്ട് ഉണ്ണിമധുരം എന്ന് പറയുന്ന പോലെ പുളിയിഞ്ചി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും.
അല്ലെ? നമുക്ക് ആദ്യം സാരി ഉടുക്കാൻ പോണോ അതോ ഒന്ന് നമ്മുടെ താരത്തെ കണ്ടിട്ട് പോണോ? എന്തായാലും അമ്മേനെ കണ്ടോളൂ, കുട്ടീനെ ഭയങ്കര ഇഷ്ടമല്ല അമ്മയ്ക്ക്. താരം എന്ന് പറയുന്നത് ഇവിടുത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് കേട്ടോ. അപ്പൊ ആ ലേഡി സൂപ്പർ സ്റ്റാറിനെ കാണണ്ടേ? അപ്പം ലീലമ്മൂമ്മയാണ്. അപ്പൊ ലീലമ്മൂമ്മയുടെ അടുക്കളയിലേക്ക് നമുക്കൊന്ന് ഇടിച്ചു കയറാം. എന്നിട്ട് നമുക്ക് സാരിയൊക്കെ അത് കഴിഞ്ഞിട്ട് പുളിയിഞ്ചി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നക്കിയിട്ട് പോവാം, ഒരു ടച്ചിങ്സ് ആയിട്ട്. ഒന്ന് പോയിട്ട് വരാം. എന്താ വിശേഷം? ആ ഞാനാ. ഇതാണ് നമ്മുടെ ലീലാമാധവം ശ്രീ വിഷ്ണുമായ മാധവം. ഇതാണ് നമ്മുടെ ലീലാമണി. മണി ഉണ്ടോ? ശരിക്കും ലീല എന്നാണോ അതോ ഫുൾ നെയിം എന്താ ശരിക്കുള്ള മുഴുവൻ പേര്? വിജയലീല. ആഹാ, വിജയലക്ഷ്മി എന്ന് പറയണ പോലെ തൊട്ടതെല്ലാം വിജയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുളിയിഞ്ചി ഉണ്ടാക്കുക ഇവിടെ എനിക്കൊരു തരി തരുമോ ടേസ്റ്റ് ചെയ്യാൻ? ആ ഓക്കെ. ചിന്നിമോളെ നല്ല ഫ്രഷ് കരിവേപ്പില, ഇഞ്ചമ്പുളിയിലേക്ക് നല്ല മണ്ണൊക്കെ ഉണ്ടാവാനായിട്ട് ഫ്രഷ് ആയിട്ട്. അപ്പോഴേ ചിന്നിമോളെ ചേച്ചി പോയിട്ട് സാരിയൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും ഇഞ്ചമ്പുളിയൊക്കെ സെറ്റ് ആക്കുക. സാരിയൊക്കെ ഏതാന്ന് നോക്കിയിട്ട് വരട്ടെ. ഇതാണ് സിന്ധു ചേച്ചിയുടെ അമ്മ വിജയലീല. വിജയ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ധനുഷിന് പിണങ്ങോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ സുന്ദരി കോതാട്ടോ. ഷോ എനിക്കാണെങ്കിൽ കോംപ്ലാൻ അടിച്ചടിച്ച് എൻ്റെ ഒക്കെ ഈ ഭക്ഷണം കഴിക്കുന്നത് മുഴുവൻ എൻ്റെ കവിളിലേക്കാ പോവാ. ഇവിടുത്തെ ജോലൈനൊക്കെ കണ്ടോ? ഞങ്ങളൊന്ന് ക്ലോസ് കാണിക്കട്ടെ. ഈ ജോലൈനൊക്കെ കണ്ടോ? ഷാർപ്പാ ഷാർപ്പ്. ഇങ്ങനൊന്ന് കാണിക്കോ? ഇങ്ങനൊന്ന് കാണിക്കോ? അപ്പോ ഭയങ്കര അടിപൊളി. അതായത് സിന്ധു ചേച്ചി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ എനിക്ക് എന്ത് ഷൂട്ടൊക്കെ വരുമ്പോഴും ഇനോഗ്രേഷൻ ഉണ്ടെങ്കിലൊക്കെ ഞാൻ മോളെ കൊണ്ടുപോകും. കുഴപ്പമുണ്ടായില്? സന്തോഷ ശരിക്കും? ആ. അപ്പൊ ഓൾ ഇൻ ഓൾ ആണ്. വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങളും വേറെ ആരും ചെയ്യണത് ഇഷ്ടമല്ല. കാലത്ത് എത്ര മണിക്ക് എണീക്കും? 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീക്കും. പിന്നെ നോൺ സ്റ്റോപ്പാ. ഇപ്പോഴത്തെ വന്ദേ ഭാരത് എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്നാ തുടങ്ങിയാലോ? ഞാൻ കറക്റ്റ് ടൈമിലാണ് കേട്ടോ വന്നേ. സിന്ധു ചേച്ചി അവിടെ അലമാരിയില് ഏത് സാരി പട്ട് സാരി തപ്പിക്കൊണ്ടിരിക്കുക, കല്യാണ സാരി. ഞങ്ങളപ്പോ ജസ്റ്റ് ഒന്ന് പുളിയിഞ്ചിക്ക് ഒന്ന് കൂടട്ടെ. ഇത് പുളിവെള്ളം പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇതില് പച്ചമുളക് ഇടണം, ഇഞ്ചി ഇടണം, മുളക് പൊടി ഇടണം. ആ അമ്മൂമ്മ ഉണ്ടാക്കണത് ഏറ്റവും സ്വാദെന്ന് മോള് പറയണു. ശരിയാ? ഭയങ്കര കൈപ്പുണ്യ? അതെനിക്കറിയില്ല. അങ്ങനെ പറയല്ലടോ. പുളിയിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും. ഉപ്പ് വേണ്ട, ഞാനിട്ട് കൊടാക്കണില്ല. ആ ഒരു അമ്മ രുചി അമ്മൂമ്മ രുചി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇടും കയ്യിലുണ്ട്. എത്ര ഇടണം? ഒരു കുളവും. എത്ര വേണം? അതിന് തിരുവഴി എടുക്കാം. ഓക്കെ. ഇത് ആദ്യം എടുത്തേ. അത്രയ്ക്ക് അധികം മതിയാവോ? ഇത് പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. ഓ വയൽ വെള്ളം വരണോ. അമ്മൂമ്മക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 88 എന്നിട്ടാണ് ഇത്ര ചെറുപ്പായിട്ടിരിക്കണേ. ഈ ചെറുപ്പത്തിന്റെ രഹസ്യം എന്താ? ഞങ്ങൾ അടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് പറഞ്ഞ രഹസ്യം. ചെറുപ്പത്തിന്റെ തിന്നന്റെയാ പറയും. ചെറുപ്പം തൊട്ട് തിന്നന്റെ അത്ര. ചെറുപ്പം തൊട്ട് കഴിച്ചതിന്റെയാന്ന് അല്ലേ? ഇനി കൈ എഴുതിക്കോളൂ. ഇതിനെ അടുപ്പത്ത് വെക്കാം. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വെച്ചോളൂ. നല്ല ക്യൂട്ട് കലം അല്ലേ? അപ്പൊ ഇനി ഇത് ഞാൻ അവിടെ കയറി വെക്കാം. നോക്കട്ടെ ഈ കൈപ്പുണ്യുള്ള ഈ കൈ. അയ്യോ എന്തൊരു കുഞ്ഞിക്കൈ ആയല്ലേ. എത്ര വയസ്സായിന്നാ പറഞ്ഞേ? 88 വയസ്സല്ലേ. ഈ ചുറുചുറുക്ക് ആരോഗ്യത്തിന്റെ രഹസ്യം പറഞ്ഞില്ലല്ലോ. ചെറുപ്പം തൊട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാന്നാണ് പറയുന്നത്. എന്തായി നല്ല ഭക്ഷണമൊക്കെ ഭക്ഷണം ഹോട്ടലല്ലേ? ഹോട്ടലായിരുന്നോ? ആർക്ക്? എന്റെ അച്ഛനും. അച്ഛനാ? ആ ഹോട്ടലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇഡ്ഡലി, ദോശ, പുട്ട്. ഇഡ്ഡലി, ദോശ, പുട്ട്, വട, കാലത്തെ കടല, ചട്നി, അതൊക്കെ. ചുരുക്കി പറഞ്ഞ വീട്ടിലല്ല ഭക്ഷണം വെക്കുക, ഫുൾ ടൈം ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും അല്ലേ? അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം. പരിപ്പ് വട, ഉഴുന്നുവട, സുയ്യൻ, പഴംപൊരി, ബോണ്ട, ബജി, ബജി, പിന്നെ ബോണ്ട, പിന്നെ കൊക്കുവട,
വെറുതെ അല്ല പറയണില്ല എന്ന് പറഞ്ഞത്. ഇത് ഇന്ന് തീരില്ല ഗൈസ്. അടുത്ത എപ്പിസോഡ് കാണാനൊക്കെ കൊള്ളി വറുത്തത്, അപരസേവ, യെസ് ഗൈസ്, നോക്കൂ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോണ സാരി അടുക്കളയിലേക്ക് ജസ്റ്റ് കൊണ്ടുവരണേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചു കേട്ടോ. കൊക്കുവട, എല്ലാ സാധനങ്ങളും ഇവിടെ തീർന്നിട്ടില്ല ഹോട്ടലിലെ വിഭവങ്ങൾ. പിന്നെ സുയ്യൻ, ഓക്കെ ഗൈസ്, ഞാൻ നിർബന്ധിച്ചിട്ടല്ല. സിന്ധു ചേച്ചിയും സിന്ധു ചേച്ചിയുടെ മോളും നിർബന്ധിച്ചിട്ടാണ് ആ കല്യാണ സാരി ഞാൻ ഉടുത്ത് പഠിക്കാൻ പോണത്. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാ മതിയോ? ഞങ്ങള് ബോണ്ട സുഗേനിൽ വരെ എത്തി നിക്കുക. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നില്ലേ? അയ്യോ തീർന്നിട്ടില്ല. അതൊക്കെ ഞാൻ അവിടെ നിർത്താം. അതെന്ത് പറ്റി? ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നില്ലേ ഹോട്ടലില്? ചിക്കനൊന്നുമില്ല. ഇല്ല, ശിവ ശിവ, ചിക്കനൊന്നും ഇല്ല. അതൊക്കെ പിന്നിലും ഹോട്ടലിലും ഭക്ഷണത്തില്. ഇത് കഴിച്ചിട്ടാണ് ഇത്ര ആരോഗ്യവതിയായത്. അവിടെ നോക്കിട്ടേ എന്റെ എല്ലാ പൊന്നുമക്കൾക്കും സുഖാണോന്ന് ചോദിക്കൂ. മക്കളെ, പൊന്നുമക്കളെന്ന് വിളിക്കില്ലടാ മക്കളെ. നിങ്ങൾക്കൊക്കെ സുഖാണോ? അവര് സുഖാന്ന്. ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് ചോദിക്കൂ. ഭക്ഷണം കഴിച്ചാ? പുളിയിഞ്ചി വേണോ? പുളിയിഞ്ചി ആവണല്ലോ, എന്നിട്ട് തരുള്ളൂ. ഇത് ഏകദേശം ചെറുതായിട്ട് തള വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. അപ്പൊ കുറയ്ക്കാൻ സാരി എടുക്കാൻ വന്ന് എനിക്കൊരു കൊളാബ് സെറ്റ് ആയി ഗൈസ്. പുളിയിഞ്ചി കൊളാബ്. ഒരു പാട്ട് എടുത്തരൂ. അയ്യോ, ഓ പിന്നെ ഏത് പാട്ടാ പാടിത്തരുക? ഏതെങ്കിലും പാടും. എന്നാ ഞാൻ ഓക്കെ പാടാം. ഞാൻ നോക്കട്ടെ. ജിങ്കിനമ്മണി ജിങ്കിനമ്മണി. അത് വേണ്ട, അത് വേണ്ടേ? എന്നാ ഞാൻ അടുത്ത പാട്ട് പാടാം. പഴയൊരു പാട്ട്. പഴയ അടുത്ത പാട്ട്. ഡാഡി മമ്മി വീട്ടില്ല, തടപ്പോടെ ആരുമില്ല, വിളയാട് ഓമ ഉള്ള വില്ലാട്. ഇഷ്ടപ്പെടണില്ല കേട്ടോ. എന്നാ ശരി, പണ്ടത്തെ ഒരു പാട്ട് പറയൂ. പാടാൻ എനിക്ക് ദേഷ്യാണ് പാടാൻ. ദൈവമോ അടി കിട്ടുക. എന്നാ ഞാൻ പറയാം, കൂടെ പാടണം. അന്നു നിന്നെ കണ്ടതിൽ ഇഷ്ടായി. പിന്നെ നസീറിന്റെ പാട്ടാ. നസീറിനെ ഭയങ്കര ഇഷ്ടാണോ? നസീറ് അവര് സ്നേഹമായിട്ട്, ആര് സ്നേഹമായിട്ട്? മോളായിട്ട് അവൻ സ്നേഹമായി. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗവേദന ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ ചിരിച്ചിട്ട് ആത്മാവിനാനന്ദം ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. ഈ പാട്ട് പാടുമ്പോ കരയാറുണ്ടോ? അത് വേറെ കാര്യം. അതെന്താ? സീക്രട്ട് ആണ്. അതെന്താ അത്? അത് പറയാൻ പറ്റുമോ? ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികൾക്ക് കുട്ടിയായി, പേരക്കുട്ടിക്ക് കുട്ടിയാവാറായി. എത്ര കുട്ടിയായാലും കാര്യം. ലൈൻ ഉണ്ടായിരുന്ന പണ്ട്? ലൈനൊന്നും പോയിട്ടില്ല ഞാൻ. ലൈനിനൊന്നും പോയിട്ടില്ല. ആരെങ്കിലും ഇങ്ങടെ ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ പണ്ട്? ഇഷ്ടമൊക്കെ നമ്മൾക്ക് ആൾക്കാർ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ? എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു? 4 വയസ്സിൽ കഴിഞ്ഞു. ഇവിടെ ചേച്ചിക്ക് ചേച്ചി ഞാനും പിറ്റേ കൊല്ലം പ്രസവിച്ചു. ആണോ? അപ്പൊ 5 വയസ്സിൽ പ്രസവിച്ചു. 14 വയസ്സിൽ കല്യാണം കഴിഞ്ഞു, 15 വയസ്സിൽ പ്രസവിച്ചു. അപ്പൊ അതെന്താന്നാ? എന്താ? അയ്യോ അതെന്താന്ന് പറയണ്ട. എന്റെ ചേച്ചിയുടെ കല്യാണം തീർച്ച വെക്കും. കല്യാണം ഉറപ്പിച്ചു വെച്ചു. ഉറപ്പിക്ക തന്നെയല്ല, ചിങ്ങത്തില് കല്യാണം. പെട്ടെന്ന് ഒരു പനി വന്ന് കർക്കിടകത്തില് ചേച്ചി മരിച്ചു. അയ്യോ, അതാണ് എന്നെ കല്യാണം കഴിക്കാൻ കാരണം. ആ ചെക്കനാണോ കല്യാണം കഴിച്ചത്? 4 ദിവസം കഴിഞ്ഞപ്പോ അയാളും മരിച്ചു. അയാളുടെ വീട്ടില് ആകെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കല്യാണം കഴിച്ച മുത്തച്ഛന് എത്ര വയസ്സുണ്ടായിരുന്നു? ഭർത്താവിന്? കല്യാണ പെണ്ണ് 14 വയസ്സുകാരിയായിരുന്നില്ലേ? 19 വയസ്സുള്ളൂ. പണ്ടൊക്കെ അങ്ങനെ കഴിക്കും. 19 വയസ്സാ മക്കളുടെ അച്ഛന്. ഈ കഥ തുടരൂ കേട്ടോ. ഇതിന്റെ ഇടയിൽ ഞങ്ങളൊന്ന് ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ പുളിഞ്ചടി പിടിക്കും. ടെൻഷനായിട്ട് വയ്യ ഗൈസ്.
അപ്പൊ ഒരു 2-3 റൗണ്ട് സിഞ്ചിച്ച് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുത്തിയിട്ടൊന്നുമില്ല, ഞാനിത് ഒറ്റയ്ക്ക് കൊടുക്കും. നോക്കട്ടെ, കണ്ണാടി നോക്കട്ടെ. ഇത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ഇങ്ങനെ ബോഡിയോട് ഇങ്ങനെ ചേർത്ത് ടൈറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തുക. കുത്തി കഴിയുമ്പോ ഗൈസിന്റെ സാരി കഴിഞ്ഞ് പോയി. ഓക്കെ, ഇവിടെ ഒരു പിന്നെ ആദ്യം തന്നെ ഇടാ. അതൊക്കെ കുട്ടിക്ക് അറിയാലോ. ഐഡിയ പറഞ്ഞതാ. ഇനി ഞാൻ എന്റെ സാരിയുടെ ബ്ലൗസ് അണ്ടർസ്കേർട്ട് ഇട്ടിട്ട് ഞാൻ എടുത്ത് കാണിച്ചു. ഇതിപ്പോ വെറുതെ എനിക്ക് വെച്ച് കാണിച്ചു തന്നിട്ടുള്ളതാ. എനിക്ക് അമ്മയമ്മയൊക്കെ കൊടുത്തൊരു ശീലമുണ്ട്. ബട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ എടുക്കണം എന്നുള്ളത് എന്റെ സാരിയിൽ ഞാൻ പഠിക്കാൻ പോകട്ടോ. അത് പക്ഷെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഫ്ലീറ്റാണ് കറക്റ്റ് ഫ്ലെക്സിബിൾ അല്ലേ? ഇത് എത്ര ഫ്ലൈറ്റ് എടുക്കണോ അത്ര ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ നൈറ്റ് ആയിട്ട് വന്ന് നിൽക്കണം. ഏകദേശം ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു ആദ്യം കുത്ത എന്നിട്ട് ഒരു ഓട്ടം തിരിയ, ബാക്കി അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ. അതിന്റെ ഇടയിൽ പുളിയിഞ്ചി ഒന്ന് പോയി എത്തി നോക്കണം. അവിടെ നിന്ന് തളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുളിയിഞ്ചി. സുന്ദരിക്കോതെ എന്തായി? എന്ത് നന്നായി? ശരിയാണ്. ആക്ച്വലി പുളിയിഞ്ചിയുടെ ഒരു കാൽഭാഗം വറ്റി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അമ്മമ്മ പറഞ്ഞ പോലെ രാത്രി ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് എടുക്കുക കറുത്ത കളറായിട്ട്. ഇന്ന് പക്ഷെ കൊതിമൂത്തി ഞാൻ പെട്ടെന്ന് എടുപ്പിക്കും തോന്നുന്നുണ്ട്. എപ്പോഴാ ശർക്കര ഇടുക? ഇനി മെയിൻ താരം ശർക്കര. അതിനു മുമ്പ് ഒരു തരി എനിക്ക് തരൂ. വെള്ളം വന്നിട്ടാ. ഞാനാണെങ്കിൽ സാരി ഉടുക്കാൻ ഇത്തിരി പഠിക്കും, ഓടി ഇവിടെ വരും. നല്ല സുഖം. കൈപ്പൊള്ളി ഗൈസ്. വെന്തിരിക്കുന്ന എന്റെ കൈ കണ്ട കണ്ട കണ്ട. ഇന്ന് കിട്ടും. നന്നായുള്ളൂന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ചിലരിങ്ങനെ വെള്ളം പോലെ വെക്കും, പക്ഷെ എപ്പോഴും കടിക്കാൻ കിട്ടണം. എന്റെ അമ്മൂമ്മയൊക്കെ അങ്ങനെ പറയാ. കടിക്കാൻ കിട്ടിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാ നല്ലോണം കുറുകി വന്നു തുടങ്ങിയിട്ടാ. പക്ഷെ ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടില്ല. ശർക്കര ഇടാം, ഇത്തിരി കൂടി ആവാം. എന്നിട്ട് ശർക്കര ഇട്ടാ വെള്ളാവൂ അല്ലെ? ഉരുകി 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 പോയവളി. വേറെ പാട്ടാ. എന്നാ ഇനി അടുത്ത ഇഷ്ടമുള്ള പാട്ട് പറയൂ, ഞാൻ പാടിത്തരാം. എല്ലാരും പാടത്ത് സ്വർണം വിതയ്ക്കൂ, ഏതെന്റെ പാടത്ത് സ്വപ്നം വിതച്ചു. സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. ഈ പാട്ടൊക്കെ അമ്മ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ നടന്ന് ഓരോ പണികൾ എടുക്കുമ്പോ അമ്മ ഇങ്ങനെ പാട്ടുപായിട്ട് പണികൾ എടുക്കണം. അപ്പൊ പണ്ടത്തെ ഗായികയായിരുന്നു. അസലായിട്ട് പാട്ടുപാടും അമ്മയും എന്റെ അമ്മാവനും. ഈ പൂച്ചയെ കണ്ണടച്ച് പാല് കുടിക്കാന്ന് പറഞ്ഞ പോലെ ഞങ്ങളവിടെ പരദൂഷണം പറഞ്ഞുകൊണ്ട് സാരിയൊക്കെ ഉടുത്തോണ്ട് പഠിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഭയങ്കര ശബ്ദം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശർക്കര പറഞ്ഞിട്ടിടണം. അയ്യോ സാരില്ല കേട്ടോ, 2 അച്ചിട്ടുള്ളൂ മോളേന്ന്. അപ്പൊ കഥ പറഞ്ഞു വന്നത് എത്ര അച്ച വേണം? 2 അച്ചാ. അതെ, ശർക്കരയൊക്കെ ഇതിൽ കിടക്കുന്നു ഗൈസ്. കാണിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പൊ ഇങ്ങനത്തെ 2 ഓൾറെഡി ഇട്ടു. ഇനി 1 കൂടി ഇടാൻ പോവാ. ഒരു അരമണിക്കൂർ അവിടെ കിടക്കട്ടെ, ഞാൻ പോവാ. ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? കടുക് വറുത്തിടണം. കടുക് പൊട്ടിച്ച് ഇനി നമ്മൾ ഇതിലേക്ക് മൂപ്പിച്ചിടാൻ പോവാണ്. ഇതാ ഇതിപ്പോ ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ടാ, അരേ ഇപ്പൊ. ഞാനും തരാം. സൂപ്പർ. കുഞ്ഞാവ് കഴിക്കണവനുണ്ട്. ശരി, രണ്ടുപേരും. ഐശ്വര്യായിട്ട് കടുകൂട്ടി. സ്റ്റെപ്പും പ്രൊസീജിയറും ഒന്നുമല്ല, ഓൾ അബൌട്ട് ആ ഒരു കൈപുണ്യം. സിന്ധു ചേച്ചി എപ്പോഴും പറയും ഒരു കടലുപ്പേരി വെച്ചാൽ മതി, ഭയങ്കര സ്വാദാന്ന് പറയും. നല്ല ചൂട് ചോറിന്റെ കൂടെ ഭയങ്കര സ്വാദ്. ഞാനേ ഇത്തിരി ചൂട് ചോറിന്റെ കൂടെ
ഞാൻ കഴിച്ചു കാണിച്ചു തരാം കേട്ടാ. ഒരു മിനിറ്റ്. ഇത്തിരി ചോറും ചിക്കൻ കറിയും കഴിച്ചു. ഓക്കെ, അപ്പോ നമ്മുടെ മെയിൻ ഇത്തിരി ചൂട് ചോറിന്റെ കൂടെ നല്ലോണം ഇളക്കി എടുക്കണം അല്ലേ? ഇവിടെ കുറച്ചുകൂടെ. ആഹാ, പിന്നെ നല്ല ചൂട് ചോറും എന്റെ കൊതി ഞാൻ തരാം ഫസ്റ്റ്. ഇതാണ് നിഷ്കളങ്കത, എന്റെ കൊതി വരുന്ന്. അത് പറ്റില്ല, അത് പറ്റില്ല. സ്നേഹം ഉണ്ടോ നോക്കട്ടെ. എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ പുളിയിഞ്ചി? എരിവുണ്ടാ? എരിവിമ്മിണിയാ? എന്നാ ഞാൻ നോക്കട്ടെ. നാളേക്കാ അത് അടിപൊളിയാവാന്ന് അമ്മൂമ്മ പറഞ്ഞോണ്ടേ ഇരിക്കട്ടാ. നിങ്ങൾക്കും കൂടെ കൊതി ഇടാണ്ടിരിക്കാൻ. ആരാ പറഞ്ഞ എരിവ് ഇമ്മിണിയാന്ന്? ഒട്ടുമില്ല, കറക്റ്റാ, എല്ലാം കറക്റ്റാ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ചിലരുടെ വീട്ടിൽ ഇതിൽ ചുക്കൊക്കെ ഇടുന്നു തോന്നുന്നു. നമ്മൾ ഇടില്ല അല്ലെ? യൂഷ്വലി നമ്മൾ ഒരു ഓംലെറ്റ് മാത്രം മതി ഇതിന്റെ കൂടെ ചോറിന്. ഓൾമോസ്റ്റ് ചോറ് ഇവിടെ തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. അമ്മയുടെ അടുത്ത് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പോകുന്നത് സാരി എടുക്കാൻ പഠിക്കാൻ. ഇവിടെ പക്ഷെ ട്യൂട്ടോറിയൽ എല്ലാം നടന്നു. ട്യൂട്ടോറിയൽ നടന്നു എങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാന്ന്. ഫ്രൈ ചെയ്തിട്ടോ ചേച്ചി വെച്ചിട്ടുള്ള അടിപൊളി. ഒരു ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് അരിയാഹാരം ഒക്കെ നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ എങ്ങനെ നമ്മൾ കഴിക്കാണ്ടിരിക്കും? ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് എന്തായാലും പറയാ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ചക്കര. ചക്കര അവിടെ ഉണ്ടുകൊണ്ടിരിക്കുക, പിന്നെ ചക്കര വിളിക്കണ്ട. അപ്പൊ ശരി, ഓക്കെ, ബൈ.